വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ റോസാപ്പൂക്കളെ റീപോട്ടിംഗ് ആണ്. അതായത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് റോസുകളാണ് എൻ്റെ ചുറ്റും ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് റീപോട്ട് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ പോട്ടിംഗ് മിക്സ്ചർ പലരും വീട്ടിൽ കൊണ്ടുവന്ന് നല്ല വലിയ പൂക്കളൊക്കെ കണ്ട് വീട്ടിൽ വെച്ചു, പക്ഷേ പിന്നീട് പൂക്കൾ ഉണ്ടാവുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പം ഒന്നാമത് നമ്മൾ പോട്ടിംഗ് മിക്സ്ചർ നല്ല അടിപൊളി പോട്ടിംഗ് മിക്സ്ചർ ആയിരിക്കണം, നല്ല റിച്ച് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചർ ആയിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, ഈ സെലക്ട് ചെയ്യുമ്പം അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ഉള്ളൊരു റോസ് ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഞാൻ മിക്കവാറും സെലക്ട് ചെയ്തത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു യെല്ലോ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ എടുത്താണ്. പക്ഷെ ഇതിന് വലിയ ആരോഗ്യമൊന്നുമില്ല. ഗ്രീനൊക്കെയാണ് അതിൻ്റെ തണ്ട്, പക്ഷെ ഒരു വലിയൊരു ഉഷാറില്ല. ആ പൂവിൻ്റെ ഒരു ഭംഗി തന്നെയുള്ളൂ. ഇവിടേക്ക് ഒരു കുഴപ്പം ഉണ്ട്. ഏകദേശം 1.5 ആഴ്ചത്തോളമായി ഈ ചെടിക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. അതായത് ഇപ്പോഴാ കുറച്ച് പൂവിനൊരു വാട്ടം കുടുങ്ങിയിട്ടുണ്ട്, പക്ഷെ നല്ല ചെടി നല്ല ആരോഗ്യവതിയാണ്. അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. പിന്നെ നമ്മൾ ഈ പൂക്കളൊന്നും നമ്മൾ ഇനി വെച്ചേക്കണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അത്യാവശ്യം നല്ല മരുന്ന് അടിച്ചിട്ടൊക്കെ കിട്ടിയതാണ് നമുക്ക് ഈ ഒരു പൂക്കൾ. അപ്പോൾ ഇതിങ്ങനെ വെച്ചേച്ചിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഞാൻ വീഡിയോയിൽ മൊത്തം കട്ട് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. വേണമെങ്കിൽ ഒരെണ്ണം കട്ട് ചെയ്യാം. അതായത് നല്ല വൃത്തിയുള്ള ഒരു കത്രി ആയിരിക്കണം. നല്ലോണം ഡെറ്റോൾ എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് വൃത്തിയാക്കി കഴുകി നീറ്റാക്കണം, ക്ലീൻ ചെയ്യണം നന്നായിട്ട് കേട്ടോ. നമ്മൾ കത്രിക നല്ല ക്ലീൻ ആയിരിക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പം ഏകദേശം ഈ ഒരു ഇത്രയും ഒരു പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഒരു 45 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മൾ ഈ ഒരു ചെടി കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ആൻറ്റി ഫംഗൽ പൗഡറോ അല്ലെങ്കിൽ അതില്ലാത്തവർ മഞ്ഞൾപ്പൊടി ഇല്ലേ, മഞ്ഞൾപ്പൊടി ജസ്റ്റ് നമ്മൾ ആ ഒരു മുറിവ് പറ്റിയ ഒരു ഭാഗത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം അവിടെ ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരില്ല. ചിലപ്പോൾ നമ്മളിത് പോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചട്ടിയിലൊക്കെ ആക്കി കഴിഞ്ഞ് നമ്മൾ ഷെയ്ഡുള്ള ഒരു സ്ഥലത്തൊക്കെ ആയിക്കോട്ടെ വെക്കുന്നത്. പക്ഷെ എങ്ങനെയും കാരണത്താൽ വല്ല വെള്ളമൊക്കെ അതിൻ്റെ മേലെ ആയിട്ടുണ്ടെങ്കിൽ അപ്പം ആ ബ്രൗണിങ് സംഭവിക്കും, ബ്ലാക്ക് കളറായി, പിന്നെ ഗ്രാജുവലായിട്ട് അത് കേടായി പോകും. അപ്പം അങ്ങനെ നമ്മളൊന്ന് എല്ലാം ഒന്ന് ട്രിം ചെയ്തിട്ട് ഒക്കെ റെഡിയാക്കിയിട്ടൊക്കെ ഇതാക്കിയാൽ മതി. ഈ ഒരു പൂക്കൾ എന്തായാലും വെച്ചേക്കണം എന്നില്ല, പക്ഷെ ഭംഗി കാണുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും തോന്നില്ല. അപ്പോൾ അതാണ് സംഭവം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫെർട്ടിലൈസേഷൻ കൊടുക്കേണ്ടത് നമ്മൾ പോട്ടിങ്ങിൽ തന്നെ എപ്പോഴാണ്, ഒരു 1 ഇയർ എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഈ പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുവരെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കൊരു വ്യൂവറിൻ്റെ ഫസ്റ്റ് റോസിൻ്റെ വീഡിയോയിൽ ഒരു വ്യൂവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ശരിക്കും ബെറ്ററാണ്, ഇത് റിമൂവ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം റിപ്പോർട്ട് ചെയ്ത് ഉടനെ തന്നെ ചെയ്യൊന്നും വേണ്ട. നമുക്ക് കുറച്ചൊന്ന് ചെടിയൊന്ന് സെറ്റായി കഴിഞ്ഞ് ഒന്ന് ശാഖകളൊക്കെ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് റിമൂവ് ചെയ്യാം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടോ. അതായത് ഇതൊന്നും കേട് പറ്റാൻ പാടില്ല. ഇത് ബഡഡ് ഏരിയയ്ക്കൊന്നും പ്രശ്നം പറ്റാത്ത രീതിയിൽ നല്ല റിമൂവ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് റീപോട്ടിംഗ് ഒന്ന് കണ്ടാലോ. ഈ ഒരു വെറൈറ്റി റോസ് എൻ്റെ കയ്യിലില്ല. കുറച്ചും കൂടി മിനിയേച്ചർ ആയിട്ടുള്ള, കുറച്ചും കൂടി ചെറിയ ഇലകളൊക്കെ ആയിട്ടുള്ളതാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിയ ഇലകളാണ്. ഒരു ഡാർക്ക് ഗ്രീനും ഒരു ബ്രൗൺ ഷെയ്ഡുമായ ഇലയ്ക്ക് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വലിയ പൂക്കളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സാധാരണ നമ്മൾ ഗാർഡൻ സോയിൽ അത് കുറച്ച് മതി കേട്ടോ, ഒരു 1/2 പോർഷൻ മതി. പിന്നെ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. മണൽ ഇടുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ കുറച്ച് ചകിരിച്ചോറ്, പിന്നെ വേണ്ടത് ചാണകമാണ്. നമ്മൾ കമ്പോസ്റ്റ് ആയിട്ട് എടുക്കുന്നത് ചാണകമാണ്. പിന്നെ ഞാൻ ജൈവവളമാണ് എടുത്തിട്ടുള്ളത്, എപ്പോഴും നല്ലതാണ് കേട്ടോ. ജൈവവളത്തിൽ ഏകദേശം എല്ലാ ഒരു മിക്സ്ചറും ഉണ്ടാകും. എല്ലുപൊടി, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെയുള്ള ഒരുപാട് കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ അത് നല്ലതുമാണ് ചെടിക്ക്. അപ്പോൾ ഏകദേശം ഒരു പിടി ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സോയിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ കൊടുക്കുന്ന ഈ ഒരു മണ്ണിൻ്റെ മിശ്രിതം എന്ന് പറയുകയാണെങ്കിൽ നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ ചെടീൻ്റെ സ്ട്രെങ്ത്തിന്, അതുപോലെ തന്നെ പലതരം ഇൻഫെക്ഷൻസിനെ തടയാൻ ഈ ഒരു സോയിൽ പ്രിപ്പറേഷന് വളരെ അധികം സ്ഥാനമുണ്ട്. പിന്നെ പ്രൂണിങ്, അതെല്ലാവർക്കും മടിയുള്ള കാര്യമാണ്. ഈ പറയുന്ന എനിക്ക് വരെ നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്യണം. അതായത് സോഫ്റ്റ് പ്രൂണിങ് ഉണ്ട്, അതായത് ഈ പൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മളതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഹാർഡ് പ്രൂണിങ് പറഞ്ഞാൽ ഏകദേശം ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലോണം ചെടി ഒന്ന്
നന്നായിട്ട് ട്രിം ചെയ്യുക. എന്നിട്ട് വേണ്ട വളങ്ങൾ, അതായത് നമുക്ക് എല്ലുപൊടിയോ അങ്ങനെ എന്തെങ്കിലും കമ്പോസ്റ്റ് അതുപോലെ ചാണകമൊക്കെ നമ്മൾ ചുറ്റും ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, അതായത് മുരട്ടിലല്ല അതിന് ചുറ്റും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വളങ്ങൾ ചേർത്ത് കൊടുക്കുക. 2 മാസമൊക്കെ കഴിയുമ്പം തന്നെ പൂക്കൾ ഇടാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ചിലപ്പം ഫുള്ളായിട്ട് ഇലകൾ നഷ്ടപ്പെടുന്ന പോലെ നമുക്ക് തോന്നും, പക്ഷേ അതൊന്നും പേടിക്കേണ്ട. അത് അടുത്തൊരു സ്റ്റേജിലേക്കുള്ളൊരു തയ്യാറെടുപ്പാണ്. ചിലവർ പറയാം ഈ ഒരു ചെടി സ്കെലിറ്റൻ പോലെയായി എന്നൊക്കെ. പക്ഷേ നമ്മൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത് ഡീപ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം വളങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഉഷാറായിട്ട് ചെടി ഇലകളൊക്കെ വന്ന് പൂക്കളൊക്കെ ഇടാൻ തുടങ്ങും. പൂവിടാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടാഷ്യം നൈട്രേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ. അത് നിങ്ങൾ ഒരു ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു കവറ് കീറാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ബഡഡ് റോസ് ആയത് കാരണം അതിൻ്റെ ആ ബഡഡ് ഏരിയയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നും വരുത്തണ്ട. ചിലവർ ഈ മണ്ണ് മുഴുവനായിട്ടും അങ്ങോട്ട് ഒഴിവാക്കി ക്ലീൻ ചെയ്ത് വാഷ് ഔട്ട് ചെയ്യും. അപ്പോൾ ഈ ബിഗിനേഴ്സ് ഒന്നും പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ട കേട്ടോ. തുടക്കക്കാരെന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധ കൊടുക്കണം. കുറച്ച് ആ മണ്ണ് അവിടെ നിന്നോട്ടെ. നമുക്ക് വേണമെങ്കിൽ അടിയത്തെ ഈ ഒരു മണ്ണ് കണ്ടില്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട്, അടിയിൽ ആ മണ്ണ് വേണമെങ്കിൽ കുറച്ചൊന്ന് ഒഴിവാക്കിയിട്ട് വേണം നമ്മളെ പോട്ടിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യാൻ. അപ്പം എല്ലാം വളരെ സാവധാനം. അപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് കുറച്ച് വെള്ളം ആക്കിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടും. ഇനി ഇങ്ങനെയാണെങ്കിൽ ചെയ്യുന്നത് വെച്ചാൽ അത്യാവശ്യം നല്ലോണം മണ്ണൊന്ന് ഉടച്ചുടച്ച് കൊടുത്തിട്ട് വേരൊന്നും പൊട്ടാത്ത രീതിയിൽ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം മണ്ണിൻ്റെ ചട്ടി സെലക്ട് ചെയ്യാനാണ് കുറച്ചും കൂടി നല്ലത്. അടിയിൽ നല്ല ഹോൾസ് ഉണ്ടായിരിക്കണം. സൈഡിൽ ഹോൾസ് ഉള്ളത് കഴിയുന്നതും വാങ്ങാതിരിക്കുക. അടിയിൽ ഹോൾസ് ഉള്ളതാകുമ്പോഴാണ് വെള്ളം പെട്ടെന്ന് വാർന്നു പോവുക. ഒരു ഓട്ടിൻ കഷ്ണം ഇട്ടിട്ടുണ്ട്, കുറച്ച് ചരളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആട്ടോ, ഇല്ലെങ്കിൽ നല്ല നെറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇത് ഇട്ടാൽ മതി നന്നായിട്ട് വെള്ളം വാർന്നു പോകാൻ. ഇതിന് വേറൊരു ഗുണം കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഈ വേരുകൾ വരില്ലേ, വേരുകൾ വരുമ്പം ചിലപ്പം ഇങ്ങനെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് വെള്ളമൊക്കെ കെട്ടി നിന്നല്ല. അപ്പോൾ എപ്പോഴും ചരലിടുന്നതൊക്കെ നല്ലതാണ്, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണം ചെയ്താൽ മതി. പിന്നെ കുറച്ച് കരിയില ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒരു വളമാണ്, കുഴപ്പമില്ല. പിന്നെ വല്ലാതെ ഈ വലിയ ചട്ടി എടുക്കുന്നതിനെക്കാട്ടി നല്ലത് ഒരു മീഡിയം സൈസ് ചട്ടിയാണ് എപ്പോഴും നല്ലത്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ. പിന്നെ അതുമാത്രമല്ല വല്ലാതെ ആഴം കൂടിക്കഴിഞ്ഞാൽ ഈ വേര് കൂടുതലായിട്ട് ഇങ്ങനെ വന്നിട്ട് ചെടിക്ക് വലിയ പുരോഗമനമൊന്നും ഉണ്ടാവില്ല, ആ വേര് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഇളക്കൊന്നും കുടുങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കുക. നമ്മൾ കൈയിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത്, പെട്ടെന്ന് നമുക്ക് ഇറക്കി അതിൻ്റെ അകത്തേക്ക് വെക്കാം. പിന്നെ വീണ്ടും ഞാൻ ഈ നമ്മുടെ ജൈവവളം ഒരു നുള്ള അതിൻ്റെ അടിയിൽ ഇടുന്നുണ്ട് കേട്ടോ. അതെപ്പോഴും നല്ലതാണ്. പെട്ടെന്ന് അങ്ങോട്ട് വേര് നന്നായിട്ട് കാണുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗം പെട്ടെന്ന് അങ്ങോട്ട് വളം പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് നല്ല ഉഷാറായിട്ട് ഉണ്ടാകും കേട്ടോ. ഓൾറെഡി നമ്മൾ മിക്സ്ചറിൽ അതുണ്ട്. പിന്നെ ഫുള്ളും മണ്ണ് നിറയ്ക്കേണ്ട, ഒരു 1/4 ഭാഗം മാത്രം മണ്ണ് നിറച്ചാൽ മതി. പിന്നെ ചെടിക്ക് വരുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ മഞ്ഞ കളറും അതുപോലെ തന്നെ കറുത്ത കുത്തുകളും. അപ്പം അങ്ങനെ ഇലകളിൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിഞ്ച് ഓഫ് ചെയ്യുക, അതിനങ്ങോട്ട് മാറ്റുക. ഒറ്റ ഇലയിലാണ് ഉണ്ടാച്ചാൽ നമ്മൾ വിചാരിക്കും ഒറ്റ ഒന്നിലല്ലേ കുഴപ്പമില്ല, പക്ഷേ അത് ഗ്രാജുവലായിട്ട് അടുത്തടുത്ത ഇലയ്ക്ക് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈനെ കൊണ്ട് നുള്ളി അതിനെ ഒഴിവാക്കുക. അല്ലെങ്കിൽ പിന്നെ ആൻറ്റി ഫംഗൽ പൗഡർ ജസ്റ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു പിഞ്ച് ആൻറ്റി ഫംഗൽ പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ചെടീൻ്റെ മുരട്ടിൽ കൊണ്ട് ഒഴിക്കുക. അതെപ്പോഴും ചെയ്യുന്നത്, എല്ലാ ചെടിക്ക് ചെയ്യുന്നതും എപ്പോഴും നല്ലതാണ്. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പം നമുക്ക് അടിയിലേക്ക് നന്നായിട്ട് വാർന്നു പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെ വാർന്നു പോകണം, അങ്ങനെ നന്നായിട്ട് വെള്ളം കെട്ടിക്കിടക്കാതെ നന്നായിട്ട് ഒഴുകി പോകുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നാലാണ് ആ പോട്ടിംഗ് മിക്സ്ചർ നല്ല പെർഫെക്റ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഈ ഒരു പോട്ടിംഗ് എന്ന് പറയാൻ. നമുക്ക് കറുത്ത പ്ലാസ്റ്റിക് പോട്ട്സിൽ നമുക്ക് ചെടി കിട്ടും, ചെറിയ മീഡിയം സൈസ്. അപ്പം ചെടി അത്യാവശ്യം നല്ല വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഇത് ചട്ടി മതിയാവില്ല എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു ടൈമിൽ നമുക്ക് ഒരു സീസണൊക്കെ പൂവിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ റീപോട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി വലിയൊരു ചട്ടിയിലേക്ക്, മണ്ണിൻ്റെ ചട്ടിയിലേക്ക് മാറ്റുന്നതാണ് നല്ലത്. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ bye and take care.